വീണ്ടും രാജ്യത്തിന് മാതൃകയായിരിക്കുകയാണ് നമ്മുടെ കേരളം. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ അർബൻ കോൺക്ലേവ് ഈ മാസം 12, 13 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. ആസ്പയറിംഗ് സിറ്റീസ് ത്രൈവിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന ആശയത്തിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് രാജ്യത്തെ തന്നെ ഈ രൂപത്തിലുള്ള ആദ്യ കോൺക്ലേവ് ആണ്. അത് പിന്നെ പണ്ടേ എല്ലാം ആദ്യം എത്തുന്നത് നമ്മുടെ കേരളത്തിലാണല്ലോ. AI ക്യാമറ മുതൽ ഫോൺ വരെ എല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. കോൺക്ലേവ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഭാഗമായി 11 മുതൽ 15 വരെ മറൈൻ ഡ്രൈവ് മൈതാനിയിൽ പ്രദർശനവും നടക്കുമെന്ന് തദ്ദേശ ഭരണ മന്ത്രി MP രാജേഷ് അറിയിച്ചു. അതിവേഗ നഗരവൽക്കരണം ഉണ്ടാക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടാം, സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് നയരൂപീകരണത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നയരൂപീകരണത്തിന്റെ ഭാഗമായി 2 വർഷം മുൻപ് വിദഗ്ധർ ഉൾപ്പെട്ട കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പരിഗണനാ വിഷയങ്ങളെ 10 മേഖലകളായി തിരിച്ച് ഈ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഈ 10 മേഖലകളിൽ നടക്കുന്ന ചർച്ചകളിലൂടെ നഗരനയത്തിന് കോൺക്ലേവ് അന്തിമ രൂപം നൽകും. കാലാവസ്ഥ പ്രതിസന്ധി, ജനസംഖ്യാ സമ്മർദ്ദങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലെ വെല്ലുവിളികൾ എന്നിവയും കോൺക്ലേവ് ചർച്ച ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ ഖട്ടാർ മുഖ്യാതിഥിയാകും. ഇതിനു പുറമെ ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്ന പ്രത്യേക ഉന്നതതല സമ്മേളനം, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, മലേഷ്യ, മാലിദ്വീപ്, നേപ്പാൾ എന്നിവിടങ്ങളിലെ മേയർമാർ പങ്കെടുക്കുന്ന പ്രത്യേക സമ്മേളനം, കേരളത്തിലെ കോർപ്പറേഷൻ മേയർമാരും മുനിസിപ്പൽ ചെയർപേഴ്സൺമാരും പങ്കെടുക്കുന്ന കൗൺസിലേഴ്സ് അസംബ്ലി എന്നിവയും കോൺക്ലേവിന്റെ ഭാഗമായി നടക്കും. തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ മേയർമാരും ഇതിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000-ലധികം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും. 13 വൈകിട്ട് 4 സമാപന സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ റെസിഡന്റ് കോർഡിനേറ്റർ ഷോബി ഷാർപ്പ് മുഖ്യാതിഥിയാകും. 11 മുതൽ 15 വരെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പ്രദർശനത്തിൽ കേരളത്തിന്റെ നഗരവികസന യാത്ര, പുതിയ ആശയങ്ങൾ, നവീന സാങ്കേതിക വിദ്യ, സുസ്ഥിര മാതൃക എന്നിവ പ്രദർശിപ്പിക്കും. അതിവേഗം വളരുന്ന കേരളത്തിന് കരുത്തായി ഇടതുപക്ഷ സർക്കാരിന്റെ ഈ അർബൻ കോൺക്ലേവ് മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.